ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മിസ്റ്റർ ഗോസ്റ്റ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് റീൽസിലെ കല്യാണം അല്ലെങ്കിൽ പിള്ളേരുടെ കുത്തിക്കിഴപ്പ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോകൾ തന്നെ കണ്ടാൽ മനസ്സിലാവും ഈ 18-21 വയസ്സിനിടയ്ക്കുള്ള കുട്ടികളുടെ കല്യാണം നടക്കുന്നത്. സ്കൂളിൽ പോകാൻ പഠിക്കേണ്ട സമയത്ത് ഈ പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു തന്റെ കണ്ണാപ്പി വാണങ്ങളുടെ പുറകിന് ബൈക്കിനും കയറി നടന്ന് ഈ +1-ലും +2-ലും പഠിക്കുന്ന പിള്ളേർ 18 വയസ്സിലേക്ക് ഏകദേശം എത്തിയതേ ഉള്ളൂ. 18 ദിവസം കഴിഞ്ഞിട്ട് 1-2 ദിവസമായുള്ള കുട്ടികളുടെ കല്യാണം നടക്കുന്നത്. സ്കൂളിൽ പോയി പഠിച്ച് പഠിത്തം കഴിഞ്ഞ് കോളേജിൽ പോയി ഒരു നല്ല ജീവിതം നടക്കേണ്ട സമയത്ത് ഈ കണ്ണാപ്പികളുടെ ബൈക്കിന്റെ പുറകിലും കയറി നടന്ന് അവന്മാരുടെ കൂടെ പോയി വീട്ടുകാർ ഉറക്കിയിട്ട് അവന്മാരെയും കെട്ടി നരകിച്ച് ജീവിക്കുകയാണ് പല കുട്ടികളും. ഈ റീൽസ് കണ്ട് ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നുണ്ട്. റീൽസിനെ കുറ്റം പറഞ്ഞല്ല, റീൽസ് കണ്ട് ഒരുപാട് കുട്ടികൾ കല്യാണം കഴിക്കുന്നുണ്ട്. ഇതിനൊക്കെ കുത്തിക്കഴപ്പെന്നേ പറയാൻ പറ്റത്തുള്ളൂ. യവനൊക്കെ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് സിഗരറ്റും വലിച്ച് കഞ്ചാവും അടിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി നിങ്ങളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഇതേ സ്കൂളിന്റെ മുമ്പിൽ അടുത്ത ദിവസം പിന്നെയും പോകും. ഇത് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല. സപ്പോസ് ഞാനൊരു കഥ പറയാം. എന്റെ ഒരു കൂടെ പിടിച്ച അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടാണ്, കൊല്ലത്തുള്ള. അവള് +2 നല്ല മാർക്കോടുകൂടി പാസ്സായി കഴിഞ്ഞ് ബിടെക്കിന് അഡ്മിഷൻ എടുത്തു. കോളേജിൽ ഫസ്റ്റ് ഇയർ നല്ല മാർക്കോടുകൂടി പാസ്സായി. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് കൂടെ സീനിയർ ഒരു പയ്യൻ, അവൻ തന്തയുടെ പൈസക്ക് കാറും വാങ്ങിച്ച് പുതിയ ബൈക്കും വാങ്ങിച്ച് ഇവിടെ മുമ്പ് ഷോയും ഇട്ട് പുറകിന് നടന്ന് ഒരു വിധത്തിൽ ഇഷ്ടമെന്ന് പറയിപ്പിച്ചു. അപ്പൊ രണ്ടുപേർക്ക് പറയാൻ രണ്ടുപേരും 2 ക്യാസ്റ്റാണ്, വീട്ടിൽ സമ്മതിക്കത്തില്ല, എല്ലാം അറിയാം. അങ്ങനെ ഒരു ദിവസം ഇവിടെ വീട്ടില് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവർ വീട്ടുകാർ സീനായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഏട്ടായി വന്ന് വിളിച്ചോണ്ട് അങ്ങ് പോയി. ഏട്ടാടെ വീട്ടിൽ കൊണ്ടുപോയപ്പോ ഏട്ടായുടെ അച്ഛനും അമ്മയും എല്ലാം കൂടെ പറഞ്ഞു, മോൾ ഇനി പഠിക്കാൻ പോകണ്ട, വീട്ടിലിരുന്നാൽ മതി. അങ്ങനെ വീട്ടിലിരുന്നു. ഏട്ടായിക്ക് കാശുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു. ഏട്ടായി കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ദുബായിക്ക് പോയി. ബിസിനസ്സോ ജോലിക്കോ എന്തോ ആവശ്യത്തിനായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടായുടെ അച്ഛൻ ഈ മരുമോളെ ഒന്ന് അപ്രോച്ച് ചെയ്തു, എന്റെ കൂട്ടുകാരി. അങ്ങനെ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പമ്പ സീനായി. അവസാനം അവർക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ഇവർക്ക് ഇവിടെ വീട്ടിലും പോകാൻ പറ്റിയില്ല, അവന്റെ വീട്ടിലും കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പൊ എറണാകുളത്ത് ഒരു കോൾ സെന്റർ നിൽപ്പുണ്ട്. എങ്ങോട്ടാണ് ജീവിതം പോകുന്ന അറിയാതെ വഴി മുട്ടി ഊമ്പി തെറ്റിയിരുന്നു. അപ്പൊ നിങ്ങള് ഈ +2 പഠിക്കുന്ന +1 പഠിക്കുന്ന പിള്ളേർ ഈ കണ്ണാപ്പികളിലൂടെ ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നിങ്ങളെ കെട്ടിക്കൊണ്ട് പോയി നിങ്ങൾ ചിലപ്പോൾ പ്രഗ്നന്റ് ആവും, അല്ലെങ്കിൽ മുമ്പോട്ട് നിങ്ങളുടെ ജീവിതം നോക്കും. നിങ്ങൾക്കൊരു അണ്ടർ ഗാർമെന്റ്സോ ഒരു വിസ്പർ വാങ്ങിക്കാനുള്ള പൈസ പോലും ഈ മൈരന്മാരുടെ കൈ കാണത്തില്ല. അവന്റെ തന്തയോടെ ഇറക്കേണ്ടി വരും. അത് നിങ്ങൾ കണ്ട് ജീവിതം ഇങ്ങനെ നീറി മുമ്പോട്ട് പോകും. പഠിക്കേണ്ട സമയത്ത് ഒരു കൊച്ചിനെ ഒപ്പിച്ച് വെച്ചിട്ട് ഇവന്റെ ബൈക്കിന്റെ പുറകെ പോകണം. ഇവന് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിലും വേറെ ഏത് പെണ്ണാണെങ്കിലും എല്ലാവരും വരുള്ളൂ. നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു അങ്ങനെ പോകും. എല്ലാവരും അല്ല, പോകുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ. തീരുമാനം എടുക്കാനുള്ള പക്വത നിങ്ങൾക്കില്ല, നിങ്ങൾ കുട്ടികളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവന്മാര് ബൈക്കും എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ശരി കൊള്ളാം, ചെത്ത് ചേട്ടൻ മലത്തി. വെറും തോന്നലാണ്. ജീവിതം മുമ്പുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്താണെന്ന് അന്ന് വീട്ടുകാർ പറഞ്ഞത് മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. വെറുതെ എന്തിനാണ് ഒരു ജീവിതം കളയുന്നത്? പല കേസുകളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർ ആത്മഹത്യക്ക് പോലും പോകുന്നത് പല വീട്ടുകളിലും പെൺകുട്ടികൾ 18-20 വയസ്സുള്ള പെൺകുട്ടികളുടെ ആത്മഹത്യ റേറ്റ് കൂടുന്നുണ്ട്. ആൺകുട്ടികളെക്കാളില്ല, അതിൽ കുറവാണ്. പക്ഷെ ആത്മഹത്യ റേറ്റ് കൂടുന്നുണ്ട്. എല്ലാം ഇത് തന്നെ. പ്രേമിച്ച് ഇഷ്ടപ്പെട്ടൊരുത്തിനോട് ഇറങ്ങിപ്പോയി കുറച്ച് കഴിയുമ്പോൾ അവര് വേറെ എല്ലാവരുടെയൊക്കെ ഇഷ്ടം നിങ്ങളെ ഒഴിവാക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും പോകാൻ പറ്റില്ല, കയ്യിലൊരു കൊച്ചു പോകും, കഴിഞ്ഞു. പണ്ടൊക്കെ കുട്ടികൾ അവധിക്കാലമായ അമ്മ വീട്ടിലായിരിക്കും പോകുന്നത്. ഇപ്പൊ പിള്ളേർ നേരെ കല്യാണം കഴിക്കാനാണ് പോകുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇത്രയും പറഞ്ഞുകൂടി നിർത്തുന്നു. പിന്നെ എന്റെ അടുത്ത വീഡിയോ ഓൺലൈൻ വീഡിയോയുടെ അതിലൊരു വിശിഷ്ടാകൃതി വരുന്നതായിരിക്കും. നിങ്ങൾ അയാളെ കണ്ടാൽ ഞെട്ടും.